ഫെയ്ത്ത് വിസ്പർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രത്യാശ കൈവിടാതെ എനിക്ക് എങ്ങനെ മുമ്പോട്ട് പോകാം? ഒരു നല്ല ഭാവിയും പ്രത്യാശയും തരാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് ബൈബിളിലൂടെ പല സ്ഥലങ്ങളിലായി കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദൈവം നമുക്ക് ബൈബിൾ തന്നിരിക്കുന്നതിൻ്റെ ഒരു കാരണം തന്നെ അതാണ്. തിരുവെഴുത്തുകൾ നൽകുന്ന ആശ്വാസത്താൽ നമുക്ക് പ്രത്യാശ നൽകാൻ വേണ്ടി റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ബൈബിളിലെ ഉപദേശങ്ങൾ ഓരോ ദിവസത്തെയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതുമാത്രമല്ല, ബൈബിളിലെ വാഗ്ദാനങ്ങൾ ഒരു നല്ല നാളെ വരുമെന്ന ഉറപ്പും നമുക്ക് തരുന്നു. ജീവിതത്തിൽ ഒരു ശുഭപ്രതീക്ഷയോടെ മുമ്പോട്ട് പോകാൻ ബൈബിൾ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ജീവിതം മെച്ചപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാർഗനിർദ്ദേശങ്ങൾക്ക് വേണ്ടി ബൈബിളിലേക്ക് നോക്കുക. സങ്കീർത്തനം 119 105-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അങ്ങയുടെ വചനം എൻ്റെ കാലിനൊരു ദീപവും എൻ്റെ വഴികൾക്കൊരു വെളിച്ചവുമാണ്. നല്ല വെട്ടമുള്ള ഒരു ടോർച്ച് ഉണ്ടെങ്കിൽ 2 ഗുണമുണ്ട്. തൊട്ടു മുന്നിലുള്ള കാര്യങ്ങളും കാണാൻ പറ്റും, കുറച്ച് ദൂരെയുള്ള കാര്യങ്ങളും കാണാൻ പറ്റും. ഇതുപോലെയാണ് ബൈബിൾ തത്വങ്ങളും. നമ്മുടെ തൊട്ടു മുന്നിലുള്ള കാര്യങ്ങൾ, അതായത് ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ ബൈബിൾ തത്വങ്ങൾ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഓരോ ദിവസവും ശുഭപ്രതീക്ഷ നിലനിർത്താൻ നമുക്ക് കഴിയും. ബൈബിളിലെ ഉപദേശങ്ങൾ മനക്കരുത്ത് വീണ്ടെടുക്കാൻ നമ്മളെ സഹായിക്കും. അവ നമുക്ക് ഹൃദയാനന്ദം നൽകുന്നു. സങ്കീർത്തനം 19-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുമാത്രമല്ല, മനുഷ്യരുടെയും ഭൂമിയുടെയും കാര്യത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന മഹത്തായ കാര്യങ്ങൾ എന്താണെന്നും ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നു. ആ പ്രത്യാശ നമുക്ക് നിലനിൽക്കുന്ന സന്തോഷവും സംതൃപ്തിയും തരും. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ബൈബിൾ ഇങ്ങനെ പറയുന്നു: നിന്റെ ഭാരം കർത്താവിൻ്റെ മേലിടുക, ദൈവം നിന്നെ പുലർത്തും. നീതിമാൻ വീണുപോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. സങ്കീർത്തനം 55:22. ബൈബിളിൽ കർത്താവിനെ വിളിച്ചിരിക്കുന്നത് തന്നെ പ്രത്യാശ നൽകുന്ന ദൈവം എന്നാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15:13. കർത്താവ് നിങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ എല്ലാ ആകുലതകളും ദൈവത്തോട് പറയുക. പത്രോസ് 1:5-ാം അധ്യായത്തിലെ 7-ാം വാക്യത്തിൽ പറയുന്നു: ദൈവം നിങ്ങളെ ബലപ്പെടുത്തുകയും ശക്തരാക്കുകയും ഉറപ്പിക്കുകയും ചെയ്യും. ഈ വാക്ക് നമുക്ക് ഒന്നുകൂടെ ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നതാണ്. പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പ്രത്യാശ ഒന്നുകൂടി ശക്തമാക്കുക. ബൈബിൾ ഇങ്ങനെ ഉറപ്പു പറയുന്നു: ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായി വസിക്കും, അവൻ ആപത്തിനെ പേടിക്കാതിരിക്കാൻ കഴിയും. ഓസ്ട്രേലിയയിൽ ഒരു ചുഴലിക്കാറ്റടിച്ചപ്പോൾ മാർഗരറ്റ് എന്ന സ്ത്രീയുടെ വീട്ടിലെ പല സാധനങ്ങളും നശിച്ചു പോയി. പക്ഷെ മാർഗരറ്റ് നിരാശയായിപ്പോയോ? ഇല്ല. മാർഗരറ്റ് അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു പാഠം പഠിക്കുകയാണ് ചെയ്തത്. വസ്തുവകകളൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും ഇല്ലാതെയാകാം. അതിൽ പിന്നെ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനുള്ള മാർഗരറ്റിൻ്റെ തീരുമാനം ഒന്നുകൂടെ ശക്തമായി. കുടുംബം, സുഹൃത്തുക്കൾ, ദൈവവുമായുള്ള ബന്ധം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യാശ, ഇതൊക്കെയാണ് പിന്നീട് മാർഗരറ്റ് കൂടുതൽ ശ്രദ്ധിച്ചത്. സങ്കീർത്തനം 37-34, യാക്കോബ് അധ്യായം 4-8 ഇതിനകത്ത് കൃത്യമായിട്ട് ബൈബിളിലെ മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് പ്രത്യാശ കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് അവഗണന നേരിട്ട് വിഷമിച്ചു കഴിയുന്നവർക്ക് ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കാം: സഹായത്തിനായി നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. ഇയ്യോബ് 5:16 ദൈവം താണവരിൽ പ്രത്യാശ നിറയ്ക്കുന്നു. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നമുക്ക് മനക്കരുത്തും ധൈര്യവും കിട്ടും. തന്നിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. സങ്കീർത്തനം 27:14
കർത്താവിൽ പ്രത്യാശ വയ്ക്കൂ, ധീരരായിരിക്കൂ, മനക്കരുത്തുള്ളവരായിരിക്കൂ. അതെ, കർത്താവിൽ പ്രത്യാശ വയ്ക്കൂ.